ഒഡീഷയിൽ ക്രൈസ്തവ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ നടക്കുന്ന ആസൂത്രിത ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ക്രൈസ്തവർക്ക് കേക്ക് നൽകി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഉത്തരേന്ത്യയിൽ അവരെ ചാണകം തീറ്റിക്കുന്ന പ്രാകൃതത്വമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഒഡീഷയിൽ കണ്ടതെന്ന് ചെന്നിത്തല പറഞ്ഞു. ഒരു ക്രൈസ്തവ വൈദികനെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ചാണകം തീറ്റുകയും ചെയ്ത സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ക്രിസ്മസ് കാലത്ത് പള്ളികൾ സന്ദർശിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ അത് തടയാൻ ആത്മാർത്ഥതയില്ല. കേരളത്തിലെ BJP നേതാക്കളുടെ സന്ദർശനം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2014 ശേഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആസൂത്രിത ആക്രമണങ്ങൾ വർദ്ധിച്ചു. മതനിരപേക്ഷത തകർത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തിനെതിരായ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അക്രമികളെ നിലയ്ക്ക് നിർത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ പാസ്റ്റർക്ക് നേരെ നടത്തിയ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെന്നിത്തലയുടെ പ്രതികരണം. ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്.